നമ്മുടെ ഗതാഗത നിയമം പലരും പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മുടെ യുവതികൾ പാലിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കരമാണ്. അവർ ടൈം പങ്ക്ച്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം അത് ഭയങ്കര. ഈ വാഹനങ്ങൾ ഓടിക്കാനുള്ള റോഡ് നമുക്കില്ല. അതെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ടൂ വീലർ ആണ് ഏറ്റവും വലിയ ഇത്. ഇപ്പോൾ ഈ പറയുന്ന ബസ്സുകളാണെങ്കിലും മറ്റൊരു ബസ്സിനോട് മത്സരിച്ചാണ് മിക്ക ബസ്സുകൾ രാവിലെ ആണെങ്കിൽ ഈ ബ്ലോക്ക് സമയത്തും പോകുന്നത്. നമ്മുടെ അശ്രദ്ധ മൂലമാണ് കൂടുതലും വേണം. നമുക്ക് എപ്പോഴും ഈ യാത്ര പെട്ടെന്നെത്താനുള്ള ധൃതി കാരണമാണ്. ഒരു ക്ഷമയില്ല മനുഷ്യർ. അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് ഒന്നാമത്തെ കാര്യമായിട്ട് തോന്നുന്നത്. വാഹനങ്ങളുടെ മത്സര ഓട്ടവും അശ്രദ്ധയും കാരണം നിരവധി ജീവനുകളാണ് പൊലിഞ്ഞു വീഴുന്നത്. പ്രധാന സിഗ്നലുകൾ പലതും തകരാറിൽ, നിയമലംഘനങ്ങൾ പതിവ്. ഇതെല്ലാം നോക്കുകുത്തികളാകുന്ന നിയമ സംവിധാനങ്ങളും നിയമപാലകരും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 2 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ബസ്സുകളുടെ മത്സര ഓട്ടങ്ങൾക്കും അല്ലെങ്കിൽ സീബ്ര ലൈനിൽ പോലും ഇപ്പോൾ സാധാരണക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഫുട്പാത്തിലാണെങ്കിലും സാധാരണ ജനങ്ങൾക്ക് നടപ്പാതെയാകുന്ന ഫുട്പാത്തിൽ കൂടി പോലും ജനങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല. അവിടെയും വാഹനങ്ങളുടെ കടന്നുകയറ്റമാണ്. ഇത്തരത്തിൽ അശ്രദ്ധയും അല്ലെങ്കിൽ അലംഭാവത്തോടു കൂടിയുള്ള ഈ ഡ്രൈവിങ്ങിന് സർക്കാർ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളും കർശന നിയമങ്ങളും നടപ്പിലാക്കണം. ഇതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ളത്? ഈ വരുന്ന റോഡ് അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഗതാഗത നിയമം പലരും പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മുടെ യുവതികൾ പാലിക്കുന്നില്ല എന്നുള്ളത്. അവരിവിടെ പലരും ഓവർ സ്പീഡ്, പെട്ടെന്ന് എത്താനുള്ള ഒരു വ്യാമോഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിഗ്നലുകൾ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒരു സഹന ശക്തിയില്ല, സഹിഷ്ണുത പലമില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ കുറേയൊക്കെ നമ്മുടെ ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വരുന്നതായിട്ടുള്ള കുറച്ച് പാളിച്ചകൾ, വികസനമുണ്ട് എങ്കിലും കുറച്ചുകൂടെ അത് തീവ്രമായിട്ടൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പം പാത ഇരട്ടിക്കൽ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു അപകടം ഇങ്ങനെ റോഡിൻ്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം വരുന്നതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ചില സിഗ്നലുകളൊക്കെ തകരാറിലാണ്. അതെ, സിഗ്നലുകളൊക്കെ കൃത്യമായിട്ടാണെങ്കിൽ, കാരണം എങ്ങോട്ടാണ് ഇവിടെ പെട്ടെന്ന് പോകണമെന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫ്യൂഷനുണ്ട്. അതായത് എങ്ങനെ പറയാൻ പറ്റും, പലതും സിഗ്നലുകൾ തെളിയാത്തതിൻ്റെയും പക്ഷേ നിയമപാലകർ നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനെയുണ്ട്, നിയമപാലകരെ നിൽക്കുന്ന ഇതുണ്ട്. ചിലയിടങ്ങളിൽ കണ്ടുവരുന്നത് ഇപ്പോൾ ഹോം ഗാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കറക്റ്റായിട്ട് അതിനെ അവരുടെ ഡ്യൂട്ടി കൈകാര്യം ചെയ്യാത്തതുപോലെയും തോന്നാറുണ്ട്. ചിലയിടങ്ങളിൽ അവർ ചിലപ്പോൾ ഈ വെയിലൊക്കെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട്, കാലാവസ്ഥയുടെ അനുഭവങ്ങൾ കൊണ്ട് അത്ര കണ്ടുപെട്ടത് ചിലപ്പോൾ സ്റ്റാൻഡിങ്ങിലില്ല അവർ. അപ്പോൾ അതുകൊണ്ട് അവരൽപ്പം റെസ്റ്റിന് വേണ്ടി മാറി നിൽക്കുന്നതായിരിക്കാം. എങ്കിലും അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയാനായിട്ട് പറയുന്നില്ലെങ്കിലും ചിലയിടങ്ങളിൽ, അതായത് ഇപ്പം ഇങ്ങനെ ക്യാമറ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളിടത്ത് ആണെങ്കിൽ പലതും തകരാറിലാണ്, അത് വർക്കിംഗ് അല്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അതെ, പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ യാത്രക്കാർ ഒരു പരിധിവരെ സിഗ്നലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നാൽ ഒഴിവാക്കാം. എൻ്റെ ജീവനാണ് വലുതെന്നുള്ളൊരു ബോധം ഉണ്ടായി കഴിഞ്ഞിരുന്നാൽ സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞില്ലെങ്കിൽ തന്നെയും ഇന്ന ഒരു ഏരിയ അവിടെ പോകുമ്പോൾ ഞാൻ വേഗത കുറയ്ക്കേണ്ടതാണ്, ഞാൻ സ്വയം കൺട്രോൾ ചെയ്യേണ്ടതാണ് എന്ന ഒരു ചിന്ത വന്നാൽ ഒരു പരിധിവരെ സ്വജീവൻ രക്ഷിക്കാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. പക്ഷേ ജനത്തിൻ്റെ ജീവന് ഗവൺമെൻറ് ഒരു വില കൊടുക്കുന്നുണ്ട്. അത് അത്ര കണ്ട് വില കൊടുക്കുന്നുവെങ്കിൽ അവർ ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കി, സിഗ്നലുകളൊക്കെ ഒന്ന് നന്നാക്കി ഒക്കെ ചെയ്യാനായിട്ട് അവർ വരും. റോഡ് അപകടങ്ങൾ ഇപ്പോൾ നമ്മളിപ്പം ഈ സീബ്ര ലൈനൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്തില്ലേ, ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ബൈക്കിലും ഈ കാറുകളിലൊക്കെ പോകുന്ന ആളുകൾ അത് നോക്കാറ് പോലും ഇല്ല. നമ്മൾ ശരിക്കും ആ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുന്നേ ഒരു വാണിംഗ് ലൈൻ ഉണ്ട്, സീബ്ര ക്രോസിൻ്റെ അതിൻ്റെ മുന്നേ തന്നെ ഒരു വാണിംഗ് ലൈൻ ഉണ്ട്. അതിൽ നിർത്തണം. ശരിക്കും ഈ ചെറിയ വാഹനങ്ങളാണ് ഏറ്റവും പ്രശ്നം. നമ്മൾ ഈ ഇപ്പം വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അവർ പിന്നെ ജനങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ അപ്പോഴേ നിർത്തും. പക്ഷേ ഈ ചെറിയ വാഹനങ്ങൾ, ഈ പ്രൈവറ്റ് കാറുകൾ, ബൈക്ക് പോലത്തെ അവർക്ക് കൂടുതൽ എമർജൻസിയാണ്. അവരാണ് പെട്ടെന്ന് പോകാനുള്ള ശ്രമം നടത്തുന്നത്. ഓവർ സ്പീഡാണ് ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷേ ഇതെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ. പിന്നെ മത്സര ഓട്ടം, ബസ്സുകളുടെ കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. അവർ ടൈം പങ്ക്ച്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം അത് ഭയങ്കര. അല്ല, കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് 2 മരണമാണ്. അതും ബസ് ഇടിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലും അതും ഇതുപോലെ ബസ് ഇടിച്ചായിരുന്നു ഒരു മരണം. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളെല്ലാം കാരണം
വാഹനങ്ങളുടെ ഈ മത്സര ഓട്ടം തന്നെയാണ്. അവിടെ വാഹനങ്ങൾ പ്രതിമാസം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ റോഡാവോടം, പിന്നെ നമ്മുടെ റോഡിൽ ഈ വാഹനങ്ങൾ ഓടിക്കാനുള്ള റോഡ് നമുക്കില്ല. അതെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവിംഗ് പരിശീലനം ഒക്കെ ഇടയ്ക്ക് നമ്മൾ അതിരാവിലെ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിയമം ലംഘിച്ച് ഇപ്പോൾ വീണ്ടും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു മരണം. ശരി, അതിനെക്കുറിച്ച് അത് തെറ്റായ ഒരു തീരുമാനമാണ് എന്നാണ് ഞാൻ. അപ്പൊ ഇതിനെതിരെ സർക്കാർ കർശന നിയമം എടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് കഥയില്ല. അല്ല, നമ്മളെ പറയുമ്പോഴും മാത്രമേ അവരും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് സാധാരണക്കാരായ നിങ്ങളെടുത്ത് എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്? അതെ, അതിന്റെ സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് കാര്യങ്ങൾ നടത്തുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാ ജനങ്ങളെ ആഗ്രഹം അത് തന്നെയാണ്. ഒരു കുഴപ്പമില്ല, റോഡ് അപകടങ്ങളൊന്നുമില്ല, എല്ലാം ശരിയാണ്. ആൾക്കാർ ഉപേക്ഷക്കുറവാണ്. എന്തുകൊണ്ടാണ്? സിഗ്നലുകളൊക്കെ ക്യാമറയും ഒക്കെ ഉണ്ട്. അല്ല, ഇത് ട്രാഫിക് സിഗ്നലിന്റെ ഇതിന് പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ആൾക്കാരുടെ സമാധാനം ഇല്ലാത്ത പോക്കാണ്. അപകടങ്ങളെന്ന് പറഞ്ഞാൽ ഈ ടൂ വീലർ ആണ് ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞാൽ അവർ ഒരു ലക്കിൻ്റെ കാലില്ലാതെ പോകണത്. പിന്നെ ഈ പുതിയതായിട്ട് കാർ പഠിക്കണം, അവർ ഒരു രക്ഷയില്ല. ഡ്രൈവിംഗ് പരിശീലനം അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ അപകടം വരുന്നത്. ഇപ്പം അതാണ് 2 ദിവസത്തിന് മുമ്പ് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ. അങ്ങനെ ഈ ചെറിയ പയ്യന്മാർക്കും ചെറിയ പെമ്പിളർക്കും ഒന്നും വണ്ടി, അവരൊക്കെ ഒരു ഷോയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഈ മത്സര ഓട്ടങ്ങൾ ഭയങ്കര ഒരു രക്ഷയില്ല. ഇതിനെതിരെ ഒരു കർശന നിയമം വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി ഇതുമാണ്. ഇപ്പോൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ പാലത്തിലല്ല. അതെ, ആദ്യം ട്രാഫിക് സിസ്റ്റം നേരാകണം. കാരണം ഒന്ന് അമിത വേഗത്തിൽ വണ്ടികൾ ഓട്ടിക്കുന്നതാണ്. ആൻഡ് ഇപ്പോൾ ഈ പറയുന്ന ബസ്സുകളാണെങ്കിലും മറ്റൊരു ബസ്സിനോട് മത്സരിച്ചാണ് മിക്ക ബസ്സുകൾ രാവിലെ ആണെങ്കിൽ ഈ ബ്ലോക്ക് സമയത്തും പോകുന്നത്. അത് കുറയ്ക്കണം. പിന്നെ നമ്മൾ ഈ നടക്കുന്ന ഫുട്പാത്തിലൂടെ വരെ ഈ പറയുന്ന പോലീസുകാരുടെ മുമ്പേ വെച്ച് മറ്റ് 2 വീലേഴ്സ് കയറിക്കൊണ്ട് പോയാലും പോലീസുകാർ അതിനൊന്നും റിയാക്ട് ചെയ്യത്തില്ല. ആൻഡ് ക്യാമറ വെച്ചിട്ടും വലിയ ഗുണമൊന്നും എനിക്ക് തോന്നില്ല. ആൻഡ് ആൾസോ അപകടങ്ങൾ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യണം. വാഹനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കിയിട്ടായിരിക്കണം നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്പീഡ് കുറച്ച് കുറഞ്ഞാൽ വാഹന അപകടങ്ങളും കുറയും. അതോടൊപ്പം ഈ മത്സരം തമ്മിൽ ഈ വാഹനത്തിൽ ഇരുന്നിട്ട് ആ മത്സരങ്ങൾ നല്ലതായിരിക്കത്തില്ല. റോഡ് അപകടങ്ങൾ നമ്മളെ അശ്രദ്ധ മൂലമാണ് കൂടുതലും വരുന്നത്. നമുക്ക് എപ്പോഴും ഈ യാത്ര പെട്ടെന്നെത്താനുള്ള ധൃതി കാരണമാണ്. ഒരു ക്ഷമയില്ല മനുഷ്യർക്കൊക്കെ, അതുകൊണ്ടാണ് കൂടുതലും സംഭവിക്കുന്നത്. കുറച്ചൊക്കെ അങ്ങനെയാണ്, അല്ലാതെ യാതൊരു പിന്നെ വരുന്നതൊക്കെ നമ്മുടെ അല്ലാതെ വരുന്നതാണ്. അല്ല, കൂടുതലും കാൽനട യാത്രക്കാർക്കാണ് കൂടുതൽ അവിടെ നമ്മളിപ്പോൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാലും പിന്നെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. ഈ അടുത്ത കാലത്ത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു സംഭവം നടന്നു. മറ്റേ പഠിപ്പിച്ചുകൊണ്ടിരുന്നേ വണ്ടി ബ്രേക്ക്, പിന്നെ ബ്രേക്കെന്ന് പറഞ്ഞ് ചവിട്ടി ഇപ്പോൾ ആക്സിലേറ്ററിലായിപ്പോയി. അങ്ങനെ വന്ന് 3-4 പേർക്ക് പരിക്കൊക്കെ പറ്റി. അങ്ങനെ അങ്ങ് പോയി. അല്ല, ഈ തിരക്കുള്ള സമയങ്ങളിൽ ഈ ഡ്രൈവിംഗ് പരിശീലനം ഇടയ്ക്ക് നിർത്തി വെച്ചതാണ്. ഇപ്പൊ അത് വീണ്ടും വീണ്ടും ആരും പറഞ്ഞാലൊന്നും അങ്ങനെ അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കൂടുതൽ അപകടങ്ങളൊക്കെ വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, എന്തെങ്കിലും സിസ്റ്റത്തിന് നമ്മുടെ സിഗ്നലുകളൊക്കെ വെച്ചിട്ടുണ്ട്. സിഗ്നലുകൾ വെച്ചിട്ടുണ്ട്. സിഗ്നലിൻ്റെ അവിടെ സാധാരണ നിർത്താറുണ്ട്. ചിലപ്പോൾ സിഗ്നല് പിന്നെ വരും മുമ്പേ തന്നെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് ആൾക്കാരൊക്കെ. ജനങ്ങളുടെ അശ്രദ്ധയാണ് എല്ലാം കാരണം. എന്നുവെച്ചാൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് ഒന്നാമത്തെ കാര്യമായിട്ട് തോന്നുന്നത്. പിന്നെ ആരും സിഗ്നലുകളൊന്നും പാലിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഹോൺ അടിക്കുന്നത് ശ്രദ്ധിക്കില്ല, സിഗ്നലുകളൊന്നും ഇട്ട് തിരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ നമ്മൾ എല്ലാവരും എത്തി നോക്കി പോകുന്ന പോലെയാണ് തോന്നുന്നത് റോഡിൽ. മീൻസ് മുമ്പിലുള്ള വണ്ടി നോക്കിയല്ല പോകുന്നത്, എത്തി നോക്കി. ഒരിക്കലും ഒരു നേരായ ഡ്രൈവിംഗ് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അശ്രദ്ധമായ ഡ്രൈവിങ് കുട്ടികൾ 18 വയസ്സിന് മുമ്പുള്ള കുട്ടികളുടെ ഡ്രൈവിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ്. ഈ ഫുട്പാത്തുകളിലൊക്കെ വണ്ടികൾ കയറി പോകുന്നു. പാർക്കിംഗ് പോകുമ്പോൾ ഫുട്പാത്തിലാണ്. ഞാൻ ഇന്നലെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് കണ്ടിരുന്നു. പക്ഷെ ഞാനിവിടെ നോക്കിയപ്പോൾ ആരും കാണാത്തതുകൊണ്ട് ഞാനന്നൊരു ഇതായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞില്ല. എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയാണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ ഫുട്പാത്ത് കിടന്ന് ഇങ്ങനെ സൈഡിൽ ഈ വണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം തന്നെ ഇന്നാളെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിട്ട്. പിന്നെ അതേപോലെ വെള്ളയമ്പലത്ത് ഹോട്ടലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാനേ പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 2 മരണമാണ് നടന്നിരിക്കുന്നത് ബസ്സിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഒരാൾ മരിച്ചിരുന്ന അറിയാമായിരുന്നല്ലോ. ഒരുപാട് മരണങ്ങളൊക്കെ ഇങ്ങനെ. വെള്ളയമ്പലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കാനേ പറ്റൂല. ബസ് ഹോട്ടലുകൾ ഉള്ളത് കൊണ്ട് ഫുള്ള് അവിടെ പാർക്കിംഗ് ആണ്.
ഞാൻ ഒരു പ്രാവശ്യം അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ തന്നെ ഞാൻ പിന്നെ പോലീസുകാരെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു അന്നൊരു ദിവസം.